പോകുന്നേ. നമ്മൾ പരസ്പരം ഒന്ന് മുസാഫാത്ത് ചെയ്തു, അതിന്റെ ഇടയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, മുസാഫാത്ത് ചെയ്തു. ആ ചെയ്യുന്നതിന് എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തിട്ട് കൈ അങ്ങെടുക്കുമ്പോ 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ കറകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. ഇത് നിലവിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും. നമുക്കിപ്പോഴും വിശ്വാസമില്ല. പണ്ട് 5 രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊടുക്കുന്ന ഒരു വാർത്ത അറിഞ്ഞു. 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊടുക്കുന്നുള്ള വാർത്ത അറിഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ ആഗ്രഹം 2 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചിരുന്നെങ്കിൽ കൊള്ളാം. ഒരു പാവപ്പെട്ടവന് ഭാര്യയുടെ കെട്ടുതാലിയും പണയം വെച്ച് അതുപോലെ തന്നെ ഉള്ള പൈസയൊക്കെ കടം മറിച്ചിട്ട് 2 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ വേണ്ടി ഷോറൂമിൽ ചെന്ന് എല്ലാം ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അവസാനം ബില്ല് പേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ 1,99,999 രൂപയേ ഉള്ളൂ. 1,99,995 രൂപയേ ഉള്ളൂ. എത്ര രൂപയുടെ കുറവ്? 1,99,995 രൂപ ഉണ്ട്. എത്ര രൂപയുടെ കുറവ്? 5 രൂപയുടെ കുറവ്. അയാൾ പറഞ്ഞു വണ്ടി തരൂല. നമ്മളാണെങ്കിൽ ഈ കിടക്കുന്ന വാച്ചോ പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകും. അവസാനം ഇയാൾ പറഞ്ഞു എനിക്ക് ഞാൻ 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ, കാറില്ലാതെ വീട്ടിൽ കയറാൻ പറ്റില്ല, കാരണം ഭാര്യയുടെ താലി പോലും തന്നുവിട്ടിരിക്കാൻ ഒരുങ്ങി നിൽക്കാണ് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാ? ആ സമയത്ത് അയാൾ പറഞ്ഞു അന്ന് നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, പൈസ തന്നാലും വണ്ടി തരാം. ഇയാൾ ആരോടെങ്കിലും ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോ ആരും പരിചയമില്ല. ആ സമയത്ത് ഷോറൂമിന്റെ നേരെ മുന്നിൽ നോക്കിയപ്പോ ഒരു ഭിക്ഷപാത്ര കൊണ്ട് ഭിക്ഷക്കാരൻ ഇങ്ങനെ ഇരിക്കാൻ, ഭിക്ഷാടനം നടത്തിയിരിക്കുന്ന ഒരു സഹോദരനെ കണ്ടു. അവന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ആരുമില്ല ചോദിച്ചു, ഒരു 5 രൂപ കടം തരുമോന്ന് ചോദിച്ചു. ഈ പിച്ചക്കാരൻ യവനെങ്ങനെ അടിമുടി നോക്കി, കാരണം ഇന്ന് വരെ ആരും അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. 5 രൂപ കടം ചോദിക്കാൻ. ആ സമയത്ത് അവന് അത്ഭുതം തോന്നിയിട്ട് പിച്ചക്കാരൻ ചോദിച്ചു, എന്തിനാ നിനക്ക് 5 രൂപ? അപ്പൊ അവൻ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞൊരു കാറ് വാങ്ങാനാന്ന് പറഞ്ഞു. ഒരു കാറ് വാങ്ങാനാ 5 രൂപ തരാൻ പറഞ്ഞു. അപ്പൊ അവന്റെ പാത്രത്തിൽ നിന്ന് 10 രൂപ എണ്ണി എടുത്തിട്ട് അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് നീ വാങ്ങിക്കോ, വരുമ്പോ ഒന്നുകൂടെ എനിക്കൊന്ന് വാങ്ങിച്ചോണ്ട് വരാനാ. ഈ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മുടെ കൈ കൂടെ കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കും. മറ്റേ കാര്യം നമുക്കറിയില്ല. പിച്ചക്കാരന്റെ 5 രൂപയുടെ വണ്ടി പോലെയാണ് നമ്മുടെ ചിന്ത, അല്ലാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കഴിയണം. അകക്കണ്ണ് വേണം. നമുക്ക് ആ ഒരു കണ്ണ് വേണം. അങ്ങനെയുള്ള സൂഫിയാക്കളായ പണ്ഡിതന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ആ ജീവിതം അവര് ധന്യമാക്കി അവര് സന്തോഷത്തോടെ കഴിയുന്നവരാണ്. അതിന്റേതായ സൂക്ഷ്മത അവരുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒളിവെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൗലിലേക്ക് 50 പൈസ വീണുപോയി. 50 പൈസ ഹൗലിനകത്ത് വീണു. കണ്ണിയത്ത് റഈസുൽ മുഹഖഖീൻ, കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് 50 പൈസ ഹൗലിനകത്ത് വീണപ്പോ അടുത്തൂടെ പോയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 50 പൈസ വീണൊന്ന് എടുത്തു തരാൻ പറഞ്ഞു. അവൻ ചാടി ഇറങ്ങി. കിട്ടിയൊരു അവസരമല്ലേ ഹൗലിൽ ചാടാൻ. ഒരൊറ്റ ചാട്ടം 50 പൈസ എടുത്ത് കൊടുക്കുമ്പോ അവന്റെ മനസ്സിലൊരു ചിന്ത, മുസ്ലിയാക്കന്മാർക്ക് ഇത്രയും നക്കിത്തനുണ്ടാ. 50 പൈസ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോ ഉസ്താദ് മറ്റേ പോക്കറ്റിൽ നിന്ന് 3 രൂപ എടുത്തിട്ട് അവന് കൂലി കൊടുത്തു. യവൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതങ്ങ് പോട്ടെ, അള്ളാന്റെ പള്ളിയിലല്ലേ കിടത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് 2 രൂപ പോക്കറ്റ് കിടക്കൂല, ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ആ സമയത്താണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പൊന്നുമോനെ, ഈ 50 പൈസ നാളെ അള്ള എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ അള്ളാന്റെ പള്ളിയുടെ ഹൗലിൽ ഉപേക്ഷിച്ചെന്ന്? ഇല്ല, എനിക്കത് പറയാൻ പറ്റൂല. പിന്നെ നിനക്ക് തന്ന 3 രൂപ നിന്റെ ജോലിയുടെ കൂലിയാണ്. ഇങ്ങനെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു, സൂക്ഷ്മതയോടെ ജീവിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഉലമാക്കളുടെ ശോഭയെന്ന് വിളിക്കുന്ന സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനായ എന്റെ പ്രിയ സുഹൃത്ത് ശിഹാബ് സാഹിബിനോട് പറഞ്ഞു, അവസാനം എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും മറയുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ആ സമയത്ത് എനിക്ക് ഓടിയെത്താൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു സ്ഥലത്തായി പോയതിന്റെ പേരിൽ പിറ്റേ ദിവസം ചെമ്മാടിനടുത്തുള്ള കൊടിഞ്ഞി എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു വാള് കഴിഞ്ഞിട്ട് ഞാൻ പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ആ മഖാമിന്റെ മുമ്പിൽ ചെന്നു. ആരുമില്ല, ആരവങ്ങളില്ല, ഒന്നുമില്ല. 10-15 മുതഅല്ലിമീങ്ങളിരുന്ന് പരിശുദ്ധ ഖുർആൻ, തങ്ങളെ ഖുർആൻ പഠിപ്പിച്ച അധ്യാപകന്റെ മുമ്പിലിരുന്ന് അധ്യാപകന് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ചാരത്ത് ചെന്ന് യാസീൻ ഓതി ദുആ ചെയ്തപ്പോ ഒരു നിർവൃതിയായിരുന്നു പ്രിയപ്പെട്ടവരെ. കാരണം ആ കിടക്കുന്ന മഹാനാരാണ്? റഈസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ്. ഹലാല് മാത്രം കഴിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ഒരു നയാ പൈസയുടെ ഹറാമ് പള്ളേ പോയിട്ടില്ല. റഈസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ് ഒരു ഹറാമിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ നാട്ടിൽ വരുമ്പോൾ അത്രയും ചോദിക്കും. ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, ചായ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് വരികയാണ്.
റയീസുൽ ഉലമാ മുഹഖിഖീൻ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഹറാമായ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കവേ നാട്ടിലെത്തുമ്പോ ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിട്ട് പറയും വീട്ടിൽ വല്ലതും ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് വരാം. അതിന്റെ അർത്ഥം എന്താ? ഉസ്താദിന്റെ ഭക്ഷണത്തിൽ ഹലാലേ ഉള്ളൂ എന്ന് ബോധ്യമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വീട്ടിലോ ഈ ചെറിയ നമ്മുടെ ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒളിവെടുത്തിട്ട് എയർപോർട്ടിലൊക്കെയാണ് സൗകര്യമുള്ളത്, കണ്ടിട്ടില്ലേ? എയർപോർട്ടിലൊക്കെ നമുക്ക് ബാഗൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ബാത്റൂമിൽ കയറി നിന്നും ഇരുന്നൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് പുറത്തിറങ്ങി കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കും. ഇത് അള്ളാന്റെ ടിഷ്യൂ പേപ്പർ അല്ലേ? പടച്ചൊരു ടിഷ്യൂ, അതിന് കണക്ക് കൊടുക്കണ്ടല്ലോ. നമ്മൾ ഈ അണ്ണാച്ചി പാല് ഇറക്കും പോലെയാ പിടിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ, എന്നിട്ട് തള്ള വിരൽ മുതൽ ഉച്ചി വരെ നമ്മൾ തുടക്കുകയാണ് ഇല്ലേ? അതേസമയം വീട്ടിലാണെങ്കിലോ ആരെങ്കിലും വന്നാൽ പകുതി കീറിയിട്ട് കൊടുക്കാൻ. ഒരെണ്ണം എടുത്തിട്ട് ചില കടകളിൽ കണ്ടിട്ടില്ലേ, എല്ലായിടത്തും അടിയിലാ വെച്ചിരിക്കുന്നത്. ചോദിക്കുമ്പോ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. ചില കടകളിലും, നമ്മുടെ കേരളത്തിലെ കടകളിലാണ് കൊടുക്കുക. രണ്ടാമതൊന്നുകൂടെ, ഇത് ഒരു വിരൽ തുടയ്ക്കാനേ ഉള്ളൂ. രണ്ടാമതാണെങ്കിലോ മാതൃഭൂമി പത്രം കീറി, അതിന് കൊള്ളൂലത്, അതിനതേ കൊള്ളൂ. മാതൃഭൂമി പത്രം കീറി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ, ബാക്കി തുടച്ചോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയില്ല നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം. അതിനിതുപോലുള്ള ഉത്ബോധനങ്ങൾ പണ്ഡിതന്മാരെ വിളിക്കണം, എന്നെ വിളിക്കണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉലമാക്കളെ വിളിച്ചിരുത്തിയിട്ട് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്റെ സഹോദരിമാര് വളരെ നേരത്തെ വന്നിരുന്നവരാ, അവർക്ക് അമല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അമല് ചെയ്യാൻ, നിങ്ങൾക്ക് രക്തസാക്ഷികളുടെ കൂലി കിട്ടാൻ ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. ആദരവായ പ്രവാചകന്റെ മുമ്പിൽ ഒരുവറ്റം സഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് വരികയാ. അവര് കടന്നു വന്നിട്ട് നബിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്,